ലക്ഷദ്വീപിൻ്റെ പ്രതാപം പറയുമ്പോൾ, പ്രത്യേകിച്ച് കടുമത്തിൻ്റെ പ്രതാപം പറയുമ്പോൾ എല്ലാവരും ഓർക്കുന്ന, എല്ലാവരും പറയുന്ന ഒന്നാണ് കടുമത്തിലെ കൊന്തളങ്ങൾ. കടുമത്തിലെ കൊന്തളങ്ങളുള്ളൊരു സ്ഥലത്താണ് ഞാനുള്ളത്. ഇതാണ് കൊന്തളം, കണ്ടില്ലേ? ഫുള്ള് മരത്തിൻ്റെ നിരനിരയായിട്ട് കൊന്തളങ്ങൾ, അതിൻ്റെ പ്രതാപത്തിൻ്റെ ബാക്കി പാത്രങ്ങൾ ഇവിടെ. നമ്മൾ കൊന്തളത്തെക്കുറിച്ച് സുഹൃത്തും അധ്യാപകനുമായിട്ടുള്ള KS മുഹസിൻ രണ്ടു വാക്ക്. സാറേ, കൊന്തളത്തെക്കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞേ നമ്മുടെ പ്രേക്ഷകർക്ക്. വർഷകാലങ്ങളിൽ സാധാരണ മെയ് 15 കഴിഞ്ഞ് സെപ്റ്റംബർ 15 വരെയുള്ള കാലയളവ്. ആ കാലയളവിൽ കടമത്തിൻ്റെ തെക്കേ അറ്റത്ത് 8-ാം വാർഡിലുള്ള പള്ളിയാർ ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കപ്പൽ വരിക. കപ്പൽ ഇവിടെ ഒന്ന് ആങ്കർ ചെയ്യുകയും ആൾക്കാരെ ഇറക്കുകയും കയറ്റുകയും ചരക്കിറക്കുകയും കയറ്റുകയും ചെയ്യുന്ന സ്ഥലമാണ് പള്ളിയാർ ചാൽ. പള്ളിയാർ ചാലിൽ ആൾക്കാരെ ഇറക്കാനും കരയിലേക്ക് ഇറക്കാനും കയറ്റാനും ചരക്കിറക്കാനും മറ്റും ഉപയോഗിക്കുന്ന കടൽ വാഹനമാണ് കൊന്തളം എന്ന് പറയുന്നത്. ഇത് പരമ്പരാഗതമായി ഇതിന് പ്രത്യേകം സിദ്ധി കൈവരിച്ച, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ആശാരിപ്പണി ചെയ്യുന്ന കുടുംബത്തിൻ്റെ കണ്ണി അറ്റുപോകാത്ത ഒരുപാട് ആൾക്കാർ അവർ ആണ് ഈ ഇതിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെടാറുണ്ട്. അപ്പോൾ അവർ നിർമ്മിച്ച കൊന്തളമാണ്. ഇപ്പോൾ ഇത് കാലത്തിനനുസരിച്ച് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇതിൻ്റെ നഷ്ടപ്പെട്ടു പോകാത്ത കുറച്ച് കൊന്തളങ്ങളാണ് ഇവിടെ നമ്മൾ കയറ്റി വെച്ചിരിക്കുന്നത് കാണുന്നത്. കടുമത്തിലെ പേര് കേട്ട് പള്ളിയാർ ചാലാണ് നമ്മളുള്ളത്. കൊന്തളങ്ങൾ, പഴയകാല പ്രതാപങ്ങൾ, അതിൻ്റെ പേരും പെരുമയും വിളിച്ചോതുന്ന കൊന്തളങ്ങളുള്ള പള്ളിയാർ ചാൽ.